ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മെയ് മന്ത് എങ്ങനെയായിരിക്കും എന്ന് നോക്കാനാണ്. ഇവിടെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ആലോചിച്ച് ഒരു അസുരക്ഷാഭാവം ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എന്ത് സംഭവിക്കും, അങ്ങനെ ആയാൽ ഇങ്ങനെ ആയാൽ എന്ത് സംഭവിക്കും, അങ്ങനെ എന്തോ ഒരു കാര്യത്തിൽ ഒരു സുരക്ഷിത ഭാവമല്ല ഉള്ളത്, അസുരക്ഷാഭാവമാണ് നിങ്ങൾക്ക് ഉള്ളത്. ഈ ഒരു കാര്യം റിലേറ്റഡ് ആയിട്ട് ദിവസവും അല്ലെങ്കിൽ പകലും എല്ലാ സമയവും ചിന്ത ഇങ്ങനെ ഉള്ള കാര്യങ്ങളിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എപ്പോഴും ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ. ഇവിടെ നിങ്ങൾ എന്ത് കാര്യത്തിനെ കുറിച്ചാണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു കാര്യത്തിൻ്റെ ആ ഒരു ചിന്താമുക്തരാവാൻ നിങ്ങൾക്ക് 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ സാധിക്കും മെയ് മന്ത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം മെയ് മാസം തുടങ്ങി 15-10 ദിവസമാകുമ്പോൾ നിങ്ങളുടെ ഈ ആദി, എന്ത് കാര്യത്തിനെ കുറിച്ചുള്ള ആദിയാണോ അതും ഇല്ലാതാവും. ചിലപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ളൊരു സമാധാനം നിങ്ങൾക്ക് അത് റിലേറ്റഡ് ആയിട്ട് ലഭിക്കുന്നുണ്ടതായിരിക്കാം, അല്ലെങ്കിൽ സ്പിരിച്വൽ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം. ഇവിടെ ഈ ഒരു പ്രശ്നം എവിടെ നിന്നാണോ പൊങ്ങി വന്നത് അവിടെ തന്നെയാണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരവും ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ശരിയായ രീതിയിൽ നിങ്ങളുടെ എന്തോ ഒരു പ്രോബ്ലം അവസാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്ത് കാര്യത്തിനെ കുറിച്ചാണോ നിങ്ങൾക്ക് പേടിയുള്ളത് ആ കാര്യം റിലേറ്റഡ് ആയിട്ട് ഒരു ഭയം ഇല്ലാത്ത അവസ്ഥ, ഇത് എന്തായാലും റെഡിയാവും, എനിക്കിനി പേടിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ നിശ്ചയദാർഢ്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തായാലും സ്പിരിച്വലായിട്ടൊരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എപ്പോഴാണോ എന്തെങ്കിലും ഒരു പ്രശ്നം അവസാനിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് 8 നമ്പറിൻ്റെ ആ ഒരു എനർജിക്കുള്ളായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. നമ്പർ 8ൻ്റെ ആ ഒരു എനർജി എന്ന് പറയുന്നത് പാസ്റ്റിൽ നമ്മൾ എന്തെങ്കിലും നല്ല കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ബലം നമുക്ക് ഈ ഒരു സമയത്ത് കിട്ടുന്നത്, അതും ഈ 8 നമ്പർ റിലേറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 8 നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നം അവസാനിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും നല്ല കർമ്മം അതിൻ്റെ ബലം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നതായിട്ടും, അങ്ങനെ 2 രീതിയിലാണ് 8 നമ്പർ കാണുമ്പോൾ നിങ്ങൾ കണക്കാക്കേണ്ടത്. ഇവിടെ ഈ ഒരു മെയ് മന്ത് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് എവിടെയാണോ ആവശ്യം വരുന്നത് അവിടെ ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 10 തൊട്ട് 15 ദിവസത്തിനുള്ളിൽ എന്തോ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കും. ഇവിടെ മെയ് 5 അല്ലെങ്കിൽ മെയ് 6 അതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ നല്ല ചേഞ്ചസ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തായാലും 10-ാം തീയതിക്കുള്ളിൽ നല്ലൊരു ചേഞ്ചസ് നിങ്ങൾക്ക് മെയ്യിൽ ഉണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് തന്നെ തോന്നും, ദൈവം എന്നെ നല്ല ഒരു സ്ഥിതിയിൽ കൊണ്ടുവരാൻ വേണ്ടി സ്ഥിതികൾ ക്രിയേറ്റ് ആക്കുകയാണ് എൻ്റെ ദൈവം എന്ന് നിങ്ങൾക്ക് തോന്നും. ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുകയാണ് എന്നുള്ള തോന്നൽ, അങ്ങനെ ഫീലാവും നിങ്ങൾക്ക്. ഇവിടെ ഈശ്വരൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ എന്ത് തരത്തിലുള്ള പേടിയാണോ, എന്ത് കാര്യം റിലേറ്റഡ് ആയിട്ടുള്ള പേടിയാണോ ഉള്ളത് അതിനെ മാറ്റാനാണ് പറയുന്നത്. കാരണം ആ ഒരു അസുരക്ഷാ ഭാവം മെയ് മന്ത് ആകുമ്പോൾ നിങ്ങൾക്ക് മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും നല്ലൊരു മാറ്റം മെയ് മന്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു മാറ്റത്തിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി നല്ല ചേഞ്ചസ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി മെയ് മന്ത് നിങ്ങൾക്ക് ശാന്തിപൂർവമായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു സന്തോഷം നിറഞ്ഞ സാഹചര്യം, സമാധാനം നിറഞ്ഞ സാഹചര്യം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ബിസിനസ്സിലായാലും നിങ്ങളുടെ ആ ഒരു ജോബിൻ്റെ ആ ഒരു കരിയറിലായാലും നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ പാർട്ട്ണറിൻ്റെ ഭാഗത്ത് നല്ല ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ ജോബ് ഉള്ളവരാണ് എങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ഫേം ആയിക്കൊള്ളട്ടെ, ഗവൺമെൻറ് ഫേം ആയിക്കൊള്ളട്ടെ, എന്തായിക്കൊള്ളട്ടെ, അവിടെയുള്ള ആൾക്കാരുടെ ആ ഒരു സംസാരം നിങ്ങളോട് നല്ലതാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ശത്രു ഉണ്ട് എങ്കിൽ ആ ഒരു ശത്രു ഇനി നിങ്ങളെ അവിടെ വരാതെ അവർക്ക് എന്തെങ്കിലും ഒരു ട്രാവൽ ഉണ്ടാവുന്നത് കാരണം അവർ അവിടെ നിന്ന് പോകുന്നതായിട്ട്, നിങ്ങളെ ശല്യം ചെയ്യാൻ വർക്ക് പ്ലേസിൽ വരാതിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തായാലും മെയ് മന്ത് നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഒരു നല്ല ഒരു മാറ്റം തരുന്ന ഒരു മന്തായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സഡനായിട്ടൊരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ മെയ് മന്ത് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. മെയ് മന്ത് സമാധാനം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്ത് പരിവർത്തനം ഉണ്ടാവുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഫേവറായിട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ഫീലാവും, എൻ്റെ ലൈഫിൽ എന്ത് പരിവർത്തനം ഉണ്ടാവുന്നുണ്ടോ അതെനിക്ക് ഫേവറായിട്ടാണ് ഉണ്ടാവുന്നത് എന്ന്.
ഇവിടെ നിങ്ങളുടെ ആ ഒരു ജോലി, നിങ്ങളുടെ കുടുംബം എല്ലാം സുരക്ഷിതമായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള ചിന്ത നിങ്ങൾ കളയാനാണ് ഈശോ നിങ്ങളോട് പറയുന്നത്. കാരണം നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തിന് റിലേറ്റഡ് ആയിട്ട് ഒരു അസുരക്ഷാഭാവമുണ്ട്. നിങ്ങളത് ചിന്തിച്ച് വീണ്ടും നെഗറ്റിവിറ്റിയെ നിങ്ങൾ സ്വീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും സ്വീകരിക്കരുത് നമ്മുടെ ലൈഫിലേക്ക് നെഗറ്റിവിറ്റിയെ. അതുകൊണ്ട് ഒരിക്കലും നെഗറ്റീവ് ചിന്തിക്കാതെ അതിനെ മാറ്റി, എന്നിട്ട് നിങ്ങളുടെ ഫാമിലിയും നിങ്ങളും പിന്നെ നിങ്ങളുടെ ആ ഒരു വർക്കും കരിയറും എല്ലാം സുരക്ഷിതമാണ് എന്ന് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾ. കാരണം എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. അത് നിർത്താനാണ് ഈശ്വരൻ പറയുന്നത് നിങ്ങളോട്. ഇവിടെ നെഗറ്റീവ് തോട്ട്സിനെ ഒരിക്കലും നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല, മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പാടില്ല. അതിന് പകരം പോസിറ്റീവ് തോട്ട്സിനെ മാത്രം നിങ്ങൾ സ്വീകരിക്കുക, മാനിഫെസ്റ്റേഷൻ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും മോശം ചിന്ത വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈശ്വരനോട് പറയുക, ദൈവമേ എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകളാണ് ഉള്ളത്, നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ ഒരു ചിന്തയിൽ നിന്ന് എന്നെ മുക്തരാക്കി തരണം എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ഇവിടെ 15-ാം തീയതിക്കുള്ളിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും നേരെ ആവണേ ദൈവമേ, അങ്ങനൊരു ഡേറ്റ് നിങ്ങൾ ഫിക്സ് ആക്കിയിട്ട് ദൈവത്തിനോട് പറയുക. അതിനുള്ളിൽ അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾ ഒരു 100-ൽ ഒരു 70% അല്ലെങ്കിൽ 60% അല്ലെങ്കിൽ 50% മാറുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടാർഗറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട്, ആ ഒരു ടാർഗറ്റ് മെയ് മന്ത് ആണ് എങ്കിൽ ആ ഒരു മെയ് മന്തിനുള്ളിൽ നിങ്ങളുടെ ആ ഒരു ടാർഗറ്റ് പൂർണ്ണമായിട്ടും നടക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. അതിന് വേണ്ടി മാനിഫെസ്റ്റേഷൻ ചെയ്യുക. ഉറപ്പായിട്ടും ആ ഒരു ടാർഗറ്റ് മെയ് മന്തിൽ പൂർത്തിയാവുന്നതാണ്. ഇവിടെ അങ്ങനെ എന്തോ ഒരു കാര്യമാണ്, ആ ഒരു കാര്യത്തിൻ്റെ തുടക്കം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ആ ഒരു ലക്ഷ്യത്തിലെത്താൻ മെയ് മന്താണ് നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത്. ആ ഒരു മെയ് മന്തിനുള്ളിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലക്ഷ്യത്തിലെത്താൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്തോ ഒരു സ്ഥിതിയെക്കുറിച്ച് പേടിക്കുന്നു നിങ്ങൾ. എന്തെങ്കിലും ഡാമേജ് ആകുമ്പോൾ, എന്തെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു പേടി നിങ്ങൾക്ക് ഉണ്ട്. പക്ഷെ ആ ഒരു പേടി നിങ്ങൾക്ക് നല്ല ഒരു ഇതായിട്ട് മാറുന്നതായിട്ട്, അതായത് നിങ്ങൾ എന്താണോ ഭയക്കുന്നത് അങ്ങനെ സംഭവിക്കാതെ നിങ്ങൾക്ക് ഫേവറായിട്ട് സംഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മെയ് മന്ത് നിങ്ങൾ നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. അല്ലാതെ മോശമായിട്ടുള്ള ഒരു കാര്യവും നിങ്ങൾ പറയാനോ പ്രവർത്തിക്കാനോ പോകരുത്. കാരണം നിങ്ങളുടെ ആ ഒരു ചിന്ത എന്താണോ അതനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. മെയ് മന്ത് എത്രത്തോളം ശാന്തമായിട്ടിരിക്കുമോ നിങ്ങൾ അത്രത്തോളം നിങ്ങൾക്ക് നല്ലതാണ്. കൂടാതെ മെയ് മന്ത് നിങ്ങൾ ബ്ലൂ ബ്ലാക്ക് വസ്ത്രം ധരിക്കുന്നത് ഒഴിവാക്കുക. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും എന്തെങ്കിലും നല്ല കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോവുകയാണ് എന്ന്. അങ്ങനെയുള്ള സൂചനകൾ നിങ്ങൾക്ക് മെയ് മന്ത് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പറ്റുമെങ്കിൽ പക്ഷികൾക്ക് ധാന്യങ്ങൾ കൊടുക്കുന്നത് നല്ലതാണ്. ആ ഒരു ധാന്യം നിങ്ങൾ കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ലാഭം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പ്രാവുകളോ കുയിലോ അല്ലെങ്കിൽ കാക്കകളോ ഒക്കെ വീട്ടിൽ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ ധാന്യങ്ങൾ ഇട്ട് കൊടുക്കുക. നിങ്ങൾ അരിയോ ഗോതമ്പോ നെല്ലോ എന്തെങ്കിലും ധാന്യം ഇട്ട് കൊടുക്കുക. ഇവിടെ ഓരോരുത്തർക്കും ഓരോ ദശാകാലമാണ് നടക്കുന്നത്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഗ്രഹനിലയിൽ ഓരോ പ്രശ്നങ്ങളായിരിക്കും നേരിടുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും കൂടെ എനിക്ക് പരിഹാരം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിലൂടെ പല കാര്യങ്ങൾക്കും ഉള്ള ഒരു ലാഭം നിങ്ങൾക്ക് ചെറിയ രീതിയിലായൊരു ലാഭം നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ചെറിയ ഉപായങ്ങൾ. ഇവിടെ നിങ്ങൾ ഉറപ്പായിട്ടും നല്ല കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഫലം ദൈവം നിങ്ങൾക്ക് ഉറപ്പായിട്ടും തരിക തന്നെ ചെയ്യും. ചില ആൾക്കാർ ലൈഫിൽ കണ്ടില്ലേ, സഡനായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. അവർ പറയും, ദൈവമേ ഞാനിങ്ങനെ സംഭവിക്കുന്നു ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല, പക്ഷേ ഇങ്ങനെ സംഭവിച്ചല്ലോ. ചില ആൾക്കാർക്ക് ലോട്ടറി അടിക്കുമ്പോൾ പെട്ടെന്ന് സഡനായിട്ട് 5000 രൂപ ലോട്ടറി അടിക്കുന്നു. അങ്ങനെയൊക്കെ സഡനായിട്ട് സംഭവിക്കത്തില്ലേ? അപ്പോൾ മെയ് മന്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന നമ്പർ 8ഉം 7ഉമാണ്. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പരിവർത്തനം മെയ് മന്ത് നടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് അലൈൻമെൻറ്റിൽ വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുമ്പോഴാണ് നിങ്ങൾ അലൈൻമെൻറ്റിൽ വരുന്നത്. ഈ ഒരു മെയ് മന്ത് നിങ്ങൾക്കിഷ്ടമുള്ള ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു വ്യക്തിയുടെ ഇഷ്ട ആഹാരം അവരുടെ മുന്നിൽ വരുന്ന് ഇരിക്കുകയാണെങ്കിൽ അവർക്കത് കഴിക്കാൻ ഭയങ്കര തൃപ്തിയാവത്തില്ല. അതേപോലെ തന്നെയാണ്. ഇല്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങാൻ ശ്രമിക്കുമ്പോൾ നമ്മൾക്ക് സമാധാനപരമായിട്ടുള്ള ഒരു ഉറക്കം വരത്തില്ലേ, അതും നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ ആ തൃപ്തി കൊണ്ടത് കൊണ്ടാണ്.
ഇവിടെ എന്തായാലും നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ആഗ്രഹം നടക്കുകയും അത് 5-നും 15-നും ഇടയിൽ ആ ദിവസത്തിനിടയിലായിരിക്കും നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സും ശരീരവും ഭയങ്കരമായിട്ട് സംതൃപ്തമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു വ്യക്തി ശരിയായ സമയത്ത് ശരിയായ ഒരു സ്ഥാനത്ത് ഉണ്ടാവുമെന്ന് പറയത്തില്ല, അതേപോലെ നിങ്ങളുടെ ലൈഫിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ശരിയായ സമയത്ത് ശരിയായ ഒരു സ്ഥലത്ത് നിങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവുന്നതിൻ്റെ കൂടെ തന്നെ ലക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട്, അതായത് നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ സ്ട്രോങ്ങിലി നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു സൂചന ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ചില ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങളുടെ ആ ഒരു 7 ചക്ര, അതായത് 7ാമത്തെ ചക്ര ആക്ടിവേറ്റ് ആവാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് തലയിലൊരു ഭാരം, എന്തെങ്കിലും കാര്യങ്ങൾ ട്രിഗർ ആവുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 7ാമത്തെ ചക്രം ആക്ടിവേറ്റ് ആകുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ചില സമയം നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും, അതായത് നിങ്ങളുടെ എനർജി ഭയങ്കരമായിട്ട് ട്രെയിനായി പോവുകയാണ് എന്ന്. അത്രമാത്രം നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ചെറിയതായിട്ട് ജോലി ചെയ്യുമ്പോൾ തന്നെ തളർന്നു പോകുന്ന അവസ്ഥ, നിങ്ങൾക്കൊട്ടും എനർജി ഇല്ലാതെ ആകുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ ചില സമയങ്ങൾക്ക് തോന്നും. അത് ഈ ഒരു 7ാമത്തെ ചക്ര ആക്ടിവേറ്റ് ആവുന്നതാണ്. ഇവിടെ മെയ് മന്തിൽ ധനം റിലേറ്റഡായിട്ട് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടോ അതിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള സംയോഗങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒരു വസ്തു വാങ്ങിക്കാൻ പോവുകയാണ്. ആ വസ്തു ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വളരെ ചീപ്പ് റേറ്റ് ആയിരിക്കും അവിടെ, പക്ഷെ നിങ്ങൾ വാങ്ങിച്ച് കഴിയുമ്പോൾ അവിടുത്തെ വില കൂടുന്നതായിട്ടും പിന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് ലാഭം ലഭിക്കുന്നതായിട്ട്, എന്തായാലും നിങ്ങൾ പൈസ മെയ് മന്ത് എന്തായാലും മുടക്കുന്നെങ്കിൽ അതിൽ നിന്ന് ലാഭം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. പിന്നെ ഒരു സമയമാകുമ്പോൾ നമ്മുടെ ഭാഗ്യം നമ്മളെ എപ്പോഴും തുണയ്ക്കും. ഒരു സമയം ഭാഗ്യം നമ്മളെ ഒരിക്കലും തുണയ്ക്കത്തില്ല എന്ന് തോന്നും, പക്ഷെ ഒരു സമയമാകുമ്പോൾ ഭാഗ്യം എപ്പോഴും നമ്മളെ തുണച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ദൈവം നിങ്ങൾക്ക് എന്തോ പ്രദാനം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു മോഡിൽ ആവണം നിങ്ങൾ. അതിനു വേണ്ടി നിങ്ങളുടെ മുമ്പിൽ ഓരോ സ്ഥിതികൾ ക്രിയേറ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളിപ്പോൾ ആ പഴയ ആ ഒരു പാറ്റേണിൽ നിന്നും ഭയങ്കരമായിട്ട് മാറാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരേ രീതിയിൽ ജീവിതം ജീവിക്കുന്ന ആ ഒരു പാറ്റേൺ, ആ പാറ്റേണിൽ നിന്നും മാറാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പുതിയ ഒരു പാറ്റേണിൽ ജീവിതം കൊണ്ടുപോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, വളരെ നല്ല രീതിയിലുള്ള ചേഞ്ചസ്. അപ്പോൾ മെയ് മന്ത് നിങ്ങളുടെ ആ ഒരു റൊട്ടീൻ റിലേറ്റഡായിട്ട് നല്ലൊരു മാറ്റം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആഹാര രീതി റിലേറ്റഡായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വ്യായാമം, അതായത് മുമ്പ് ഒന്നും വ്യായാമം ചെയ്യാൻ ആഗ്രഹിക്കാത്തവരാണെങ്കിൽ മെയ് മന്ത് നിങ്ങൾ ശരീരം സൂക്ഷിക്കാൻ വേണ്ടി വ്യായാമം ചെയ്യുന്നതായിട്ട്, ഇഷ്ടം ഉള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് വളരെ കുറച്ച് ആക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഭയങ്കരമായിട്ട് നിങ്ങൾ മധുരം കഴിക്കുന്നവരാണെങ്കിൽ ആ മധുരമൊക്കെ കുറയ്ക്കണം, ഹെൽത്ത് കോൺഷ്യസ് ആവണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ആർക്കേഞ്ചൽ റാഫേൽ നിങ്ങളുടെ മനസ്സിനെ അത്രമാത്രം കൺട്രോളിലാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് മനസ്സ് ഭയങ്കരമായിട്ട് പതറിപ്പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഓവർ തിങ്കിങ്, മനസ്സ് നിങ്ങളുടെ കൺട്രോളിൽ വരുന്നില്ല, അങ്ങനെയൊക്കെയുള്ള സ്ഥിതി വരുമ്പോൾ ആർക്കേഞ്ചൽ റാഫേലാണ് നിങ്ങളുടെ മനസ്സിനെ കൺട്രോളിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ആർക്കേഞ്ചൽ റാഫേലിന് നന്ദി പറയേണ്ടതാണ്. ഇവിടെ മെയ് മാസം നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് വിചാരിച്ച സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി യൂണിവേഴ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഒരു വർഷം നിങ്ങൾ ഒരു തെറ്റും ചെയ്യാതെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ, നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റുമില്ല, നിങ്ങൾ പക്ഷേ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വന്നു, അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കുറച്ചൊന്ന് ഈശ്വരനിൽ വിശ്വസിക്കൂ. നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ ഒരു ബ്ലെസ്സിങ് ദൈവത്തിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ന്യായം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തില്ല ദൈവം, പക്ഷേ എനിക്ക് ഒരു ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വന്നു, അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ട് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ചിന്തിക്കുമ്പോഴും നിങ്ങൾ ഈശ്വരനിൽ വിശ്വസിക്കുക. ഈശ്വരൻ ഉറപ്പായിട്ടും ന്യായം പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുക. ഉറപ്പായിട്ടും ഈ ഒരു മെയ് മാസം ഒരു ന്യായം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
ഇവിടെ എന്തോ ഒരു കാര്യം ജനുവരി തൊട്ട് നിങ്ങൾക്ക് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. ചിലപ്പോൾ പുറത്ത് പോകുന്ന കാര്യമായിരിക്കാം, സ്കോളർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ വസ്തുവോ വീടോ വാങ്ങിക്കുന്ന റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കാം. എന്ത് കാര്യം റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു സ്റ്റക്നെസ് ജാനുവരി തൊട്ട് നിങ്ങൾക്ക് തുടങ്ങിയിട്ട് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിലൊരു മാറ്റം ഈ ഒരു മെയ് മന്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഇവിടെ വലിയ രീതിയിൽ നിങ്ങൾ ആരെയും മീറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ ജോലി റിലേറ്റഡ് ആയിട്ട് എന്താണോ നിങ്ങളുടെ ആവശ്യം അത് റിലേറ്റഡ് ആയിട്ട് ഒരു മീറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു മെയ് മന്ത്. ഇവിടെ നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഓപ്പോസിറ്റുള്ള വ്യക്തിയാണ് നിങ്ങളെ ഇഗ്നോർ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനൊരു ഇഗ്നോറൻസ് ഉണ്ടാവത്തില്ല. ചിലപ്പോൾ ഏതെങ്കിലും വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും, ഓപ്പോസിറ്റുള്ള വ്യക്തി അത് നിങ്ങളുടെ ആ ഒരു വിലയിൽ അവർക്ക് താല്പര്യമില്ലാതെ ഇഗ്നോർ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളെ. അല്ലെങ്കിൽ വസ്തു, അല്ലെങ്കിൽ സ്കോളർഷിപ്പ്, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി, എന്തായിക്കൊള്ളട്ടെ നിങ്ങളുടെ ആവശ്യം, അതിൽ ഓപ്പോസിറ്റ് വ്യക്തിയാണ് നിങ്ങളെ താല്പര്യമില്ലാത്ത പോലെ നിങ്ങളോട് പെരുമാറിക്കൊണ്ടിരുന്നത്. ഇനി അവർക്ക് താല്പര്യം ഉണ്ടാകുന്ന രീതിയിൽ പെരുമാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു മെയ് മന്ത്. ഇവിടെ ഓപ്പോസിറ്റുള്ള വ്യക്തി സ്വയം ഫോൺ ചെയ്ത് നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ജോലി റിലേറ്റഡ് ആയിട്ടോ വസ്തു റിലേറ്റഡോ വീട് റിലേറ്റഡ് ആയിട്ടോ എന്താണോ പ്രശ്നം, ഓപ്പോസിറ്റുള്ള വ്യക്തി ഇങ്ങോട്ട് വിളിക്കും നിങ്ങളെ. ഇവിടെ വീണ്ടും ഞാൻ ഒരു ഗൈഡൻസ് ആയിട്ട് പറയുകയാണ്, ആവശ്യമില്ലാതെ ഒരു കാര്യത്തിന് ഓവർ തിങ്കിങ് ചെയ്തത് നിങ്ങൾ ഇവിടെ ഗൈഡൻസ് ആയിട്ട് വന്നൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. മെയ് മന്ത് ചെറിയ ചെറിയ കാര്യത്തിന് പോലും റിയാക്ഷൻ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, നിങ്ങളുടെ ആ ഒരു ആംഗ്രി ബേർഡ് സ്വഭാവം മാറ്റിവെക്കുക. ആവശ്യമില്ലാതെ ഓവർ തിങ്കിങ് വേണ്ട ഒരു കാര്യത്തിനും. ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചൽ നമ്പേഴ്സ് ചിലപ്പോൾ വീണ്ടും വീണ്ടും കാണാൻ സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇറിറ്റേറ്റ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ സ്വയം നിങ്ങളെ ശാന്തമാക്കേണ്ടതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മിസ്റ്ററി പോലെ പല കാര്യങ്ങളും സംഭവിക്കാം. പക്ഷേ അതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കാൻ പാടില്ല. മാക്സിമം ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കുക നിങ്ങളെപ്പോഴും. മെയ് മന്ത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലൊരു സപ്പോർട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചു, ഇങ്ങനൊരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനൊരു സപ്പോർട്ട് എനിക്ക് ലഭിച്ചെന്നെങ്കിൽ എൻ്റെ കാര്യങ്ങളെല്ലാം നേരെയാവുമായിരുന്നു. അങ്ങനൊരു പ്രതീക്ഷ നിങ്ങൾ വച്ചിരുന്നു. അങ്ങനൊരു പ്രതീക്ഷ വച്ചതുപോലെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് മെയ് മന്ത് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തെങ്കിലും തെറ്റി നിങ്ങൾ അകപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ, അതായത് മോശമായിട്ടുള്ള ഒരു ആരോപണം നിങ്ങളുടെ മേൽ ആരെങ്കിലും വച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, തെറ്റിദ്ധാരണ പുറത്ത് അങ്ങനെ സംഭവിച്ചതായിരിക്കാം. അപ്പോൾ മെയ് മന്ത് ആ ഒരു മോശം ആരോപണത്തിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരുന്നതായിട്ട്, അതായത് നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഒരു ന്യായം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതായത് ആൾക്കാർ തെറ്റിദ്ധരിച്ചാണ് നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല, പക്ഷേ അവർ തെറ്റിദ്ധരിച്ച് നിങ്ങളെ കുറ്റക്കാരെന്ന് മുദ്ര കുത്തി. പക്ഷേ നിങ്ങൾ കുറ്റക്കാരല്ല. പക്ഷേ അതിൽ നിന്ന് നിങ്ങൾക്ക് മെയ് മാസം പുറത്തു വരാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും എല്ലാ സത്യവും മനസ്സിലാകാൻ സാധിക്കുമായിരിക്കും. കാരണം സത്യം എന്തായാലും എത്ര മൂടി വെച്ചാൽ അത് ഉറപ്പായിട്ട് ഒരു നാൾ പുറത്ത് വരിക തന്നെ ചെയ്യും. അത് പുറത്ത് വരുമ്പോൾ ഒരാളുടെ എന്താണോ സത്യം അത് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ലീഗൽ ഇഷ്യൂവിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ മെയ് മന്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നതാണ്. ഇവിടെ പിതൃക്കൾക്ക് മോശം കിട്ടാതെ വന്നിട്ടുണ്ട് നിങ്ങളുടെ കുടുംബത്തിലെങ്കിൽ പിതൃക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല ഒരു ആളെടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പിതൃക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇവിടെ ആ ഒരു ഇത് വന്നിട്ടുണ്ട് റീഡിങ്ങിൽ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അല്ലാതെ നല്ല അറിയുന്ന ഒരു പരികർമ്മി ഉണ്ടാവത്തില്ല, എല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു തരാൻ പറ്റുന്ന പരികർമ്മി. ആ പരികർമ്മിയെടുത്ത് ചോദിച്ചിട്ട് നിങ്ങൾക്ക് പിതൃദോഷം എപ്പോഴും ഉണ്ടോ, പിതൃക്കൾ ഒരു തൃപ്തി വരാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് നോക്കിയിട്ട് അത് ചെയ്യുന്നത് നല്ലതാണ് നിങ്ങൾക്ക്. കാരണം പിതൃക്കളുടെ ആ ഒരു ബ്ലെസ്സിങ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ചില ആൾക്കാർ വാലും തുമ്പുമൊക്കെ കേട്ടിട്ട് എന്തെങ്കിലും ഉപായം ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കരുത്. അത് നിങ്ങൾക്ക് പരിഹാരത്തിന് വരും ദോഷമായിരിക്കും തരുന്നത്. അതുകൊണ്ട് നല്ല ഒരു അറിയാവുന്നുള്ള ആളടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഈ പിതൃക്കളുടെ കാര്യത്തിൽ ഒരു പ്രതിവിധി നിങ്ങൾ ചെയ്യുക. മെയ് മന്തിൽ നിങ്ങളുടെ ആകർഷണക്ഷമത കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആൾക്കാർ ഇങ്ങോട്ട് വന്ന് നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു.
ഇവിടെ നിങ്ങളുടെ ആ ഒരു വസ്ത്രധാരണ രീതിയിലൊരു മാറ്റം ഉണ്ടാവുന്നതായിട്ട്, ഡ്രസ്സിങ് സെൻസ് നിങ്ങൾ ചേഞ്ച് കൊണ്ടുവരുന്നതായിട്ട്, ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ എന്തോ നിറത്തിലൊരു നല്ല ഒരു ഗ്ലോ ഉണ്ടാവുന്നതായിട്ട്, ഒരു മുഖം കാണുമ്പോൾ തന്നെ ഒരു ആൾക്കാർക്ക് ഒരു ആകർഷണം തോന്നുന്നതായിട്ട്, അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ ഈ മാസം നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ആ ഒരു ലുക്സ് റിലേറ്റഡ് ആയിട്ട് നല്ല ഒരു ചേഞ്ചസ് ഉണ്ടാവുന്നതായിട്ടാണ്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ എന്തുകൊണ്ട് വരുന്നതെന്ന് ചോദിച്ചാൽ ആദ്യം പറയേണ്ടത് ഇതാണ്: നിങ്ങളുടെ നെഗറ്റിവിറ്റി, നിങ്ങളുടെ ഓവർ തിങ്കിങ്. ആവശ്യമില്ലാതെ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. നെഗറ്റീവ് ചിന്തിക്കുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ വീണ്ടും വീണ്ടും തടസ്സങ്ങൾ വരുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് നോക്കൂ. പോസിറ്റീവായിട്ട് എന്ത് ചിന്തിച്ചാലും വരാൻ പോകുന്ന ആ സന്തോഷം അപ്പോൾ 4 ദിവസം കൊണ്ട് വരാനുള്ള സന്തോഷം ഒരു ദിവസം കൊണ്ട് നിങ്ങളുടെ അടുത്ത് എത്തുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഓവർ തിങ്കിങ് ഒരിക്കലും വേണ്ട. എന്തായാലും എൻ്റെ ജീവിതത്തിൽ നല്ലത് മാത്രമേ നടക്കുള്ളൂ എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഇതാണ് റീഡിംഗ്. മെയ് മാസത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബ്ലെസ്സിങ്സും ഗൈഡൻസും ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളത് ഫോളോ ചെയ്യുക. ഇനിയൊരു പുതിയ റീഡിംഗുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.